എപ്പോഴും നമ്മുടെ സ്വീറ്റ് കണ്ടല്ലേ, സ്വീറ്റ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ വിഷുവിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹായ് കൂട്ടുകാരെ, സെലിം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് നുറുക്ക് ഗോതമ്പ് വെച്ചൊരു റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അതിനുശേഷം കഴുകിയെടുത്തതാണ്. ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലിനി ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതെല്ലാം ചുമന്ന് വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുത്തേ. അതാകുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. പിന്നെ കണ്ടല്ലേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം തീ വെച്ചാണ് വേവിച്ചെടുത്തത്. ഉണ്ടല്ലേ, ചൂട് എന്താ വെള്ളം എല്ലാം കറക്റ്റായിരുന്നു ഉണ്ടല്ലോ. അപ്പോൾ ഉപ്പ് വയ്ക്കുമ്പോൾ ഈ വെള്ളമൊന്നും കറക്റ്റ് ആവില്ല. ഇതല്ലാതെ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതല്ല അല്ലെങ്കിൽ കുക്കറിൽ കരിഞ്ഞു പിടിക്കും. വെള്ളം കുറഞ്ഞു പോയാൽ കുക്കറിൽ കരിഞ്ഞു പിടിക്കുക. അപ്പോഴും കൂടുതലായാൽ നമുക്ക് തിളപ്പിച്ച് വറ്റിക്കാം. അപ്പോഴും വെള്ളം കുറഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇതും കണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്രോക്കൺ വീറ്റ് അതെല്ലാം വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഞാൻ 6 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടിരുന്നു. അതിന് ശേഷമാണ് എടുത്തത്. ഒരു വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇതിലേക്ക് ഇനി ഞാൻ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, തിളപ്പിച്ച പാലാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ഏറി പിടിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കയുടെ കുരു ചതച്ചെടുത്തതുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ട് ടേബിൾ സ്പൂൺ കൂടെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ആദ്യം ഇട്ടത് കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ്. നമുക്ക് അപ്പോൾ ഇത് തന്നെ മതിയാവും. അപ്പോഴും നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.